ഹായ് ഓൾ, വെൽക്കം ബാക്ക്. വീണ്ടും ഒരു കല്യാണ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കോയമ്പത്തൂരിൽ നിന്നും ഈരോട്ടിക്കാണ് പോകുന്നത്. പെൺകുട്ടീൻ്റെ വീട് ഈരോടാണ്. അങ്ങനെ എല്ലാവരും ഇതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തു. അങ്ങനെ മണ്ഡപം എത്തി. ഇതാണ് അലങ്കരിച്ച സ്റ്റേജ്. അങ്ങനെ പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കല്യാണ വീഡിയോ ആണ്. ചെക്കൻ നിക്കാഹിന് പള്ളിയിലേക്ക് പോയി. നിക്കാഹ് കഴിഞ്ഞിട്ട് ഇതാ മെഹർ അണിയാണ്. ശേഷം അവരുടെ ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇതാ നമ്മൾ താത്താൻ്റെ വീട്ടിൽ വന്നു. ഇവിടെ ഒരു ചടങ്ങുണ്ട്, എനിക്ക് പേരറിയില്ല. അറിയുന്നവർ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തോ. അരിയും ഉപ്പൊക്കെ ഇങ്ങനെ അളന്നെടുത്തിട്ട് അതിലേക്ക് തന്നെ തിരിച്ചിങ്ങനെ കൊട്ടുന്ന ഒരു ആചാരം. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ഗായ്സ്. ചെക്കനിങ്ങനെ അളന്ന് കൊട്ടുമ്പോൾ പെൺകുട്ടി അതിങ്ങനെ തിരിച്ച് കൊട്ടുക, ഒരു വാശിയേറിയ മത്സരം പോലെ. അതിനുശേഷം അവർ ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് പെൺകുട്ടിയോട് ഖുർആൻ ഓതാൻ പറയുകയാണ്. അങ്ങനെ അവൾ പതുക്കെ ഓതുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉറക്കെ ഒച്ചത്തിൽ ഓതണം എന്ന് പറഞ്ഞ് അവൾ എല്ലാവരും കൂടി പറയുകയാണ്. അങ്ങനെ അവൾ ഖുർആൻ ഓതുകയാണ്. പിന്നെ അതേ കാണുന്ന കുടമുണ്ടല്ലോ, ആ കുടത്തിൽ മോതിരിട്ടിട്ടുണ്ട്. അതാരാണോ തപ്പി എടുക്കുന്നത്, ചെക്കനാണോ പെണ്ണാണോ ആരാണോ തപ്പി എടുക്കുന്നത്, അങ്ങനെ ഒരു ചടങ്ങ്. ആർക്കാണോ സാമർഥ്യം എന്ന് നോക്കാനാണോ എന്നാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മുടെ ചെക്കനേക്കാണ് മോതിരം കിട്ടിയത്. പിന്നെയും അങ്ങനെ 3 വട്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എടുത്തപ്പോഴും പെൺകുട്ടിക്കാണ് മോതിരം കിട്ടിയത്. പിന്നെ 3-ാം പ്രാവശ്യം എടുത്തപ്പോഴും ചെക്കനിക്ക് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ റിസപ്ഷൻ ആയിരുന്നു. സോ എല്ലാവരും റിസപ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അവരുടെ ഫാമിലി വന്നു. അവിടെയും എന്തൊക്കെയോ ഇതുപോലുള്ള സീമന്ത ചടങ്ങുകളുണ്ടായിരുന്നു. ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് പാർക്കിൽ പോകണേന്ന് കുട്ടികൾ. അങ്ങനെ നമ്മൾ വാടിയേക്കാണ് പോയത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ കുട്ടികൾ അവിടെയുള്ള പൂക്കളൊക്കെ പറിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്ന് വീണ്ടും അവർ കളിക്കാൻ വേണ്ടി പോയി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ കുഞ്ഞൈദൂന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞ് ഉമ്മ അവളിനെ ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.